السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله، الصلاة والسلام عليك يا سيدي يا حبيب الله. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. وقال النبي صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. എല്ലാവരും ആകാംക്ഷയോടെ കാത്തുകൊണ്ടുള്ളെങ്കിത്തെ ഒരു തിങ്കളേറ്റിക്കിട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ തിങ്കൾ. ಕಾರಣ ಮುഅ್ಮಿನೀಂಗ ಸಂತೋಷಿಕರಂಕೆತ್ತೆ ಖುಷಿಪಟ್ಟರಂಕೆತ್ತೆ ഒരു തിങ്കളായിട്ടിക്ക് ഈ റബീഉൽ അവ്വൽ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടു ഈ ലോകത്തിಗೆ പ്രകാശ കിട്ടിയങ്കത്തെ ഒരു തിങ്കളും കൂടിയായിട്ടിക്കട് ഈ റബീഉൽ അവ്വൽ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ല: ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യന്മാരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ പടച്ചാണ്ട്. വേറൊരു തഫ്സീറിൽ കാണാ അൽ ഇൻസാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതവിടെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എല്ലാ മേഖലയിലും സമ്പൂർണമായ ഒരു അസാധാരണ മനുഷ്യയിട്ടിക്കറ്. അതല്ലേ മഹാന്മാർ പാടിയേ: വ അഹ്സനു മിൻക ലം തറ ഖത്തു ഐനി വ അജ്മലു മിൻക ലം തലിദിൻ നിസാഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്ട് ഒരു ചന്തത്തെ ആളെ നിന്റെ കണ്ണ് കണ്ടിട്ടില്ല. വ അജ്മലു മിൻക ലം തലിദിൻ നിസാഉ. തങ്ങളാണ്ട് ചന്തമുള്ളെങ്കത്തെ ഒരാളെ ഒരു പെണ്ണും പെത്തിട്ടില്ല, പ്രസവിച്ചിട്ടില്ലാണ്ട് മഹാന്മാർ പാടിയറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഭാവത്തെമാ ശരീരത്തെമാ വർണ്ണിക്കൊണുകു ഒരാളും സാധ്യമില്ല. അത്രമാത്രം എല്ലാ അർത്ഥത്തിലും സൗന്ദര്യ ഉള്ളെങ്കത്തെ ഒരു ആളേറ്റിക്കിട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ റഹ്മത്തായിട്ട് അനുഗ്രഹീതനായിട്ട് ഈ ലോകത്തേക്ക് വന്നെങ്കത്തെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നങ്ങ അബ്ബ ഉമ്മരാൻಟಿ മക്കളാൻಟಿ ഈ ലോകത്തിലുള്ളെങ്കത്തെ സർവ വസ്തുരാൻಟಿ ಜಾಸ್ತಿ പിരിസപിച്ചെങ്കിലും മാത്ര ಅವನು യഥാർത്ഥമായ ഒരു മുഅ്മിനായ മനുഷ്യ. കാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു: അൽ മർഉ മഅ മൻ അഹബ്ബ. ഒരു വ്യക്തി ಜಾಸ್ತಿ ആരെ പിരിസബെക്കിറ ആ വ്യക്തിരൊട്ടിಗೆ ഇട്ടിക്കിട് നാളെ ആഖിറത്തിലും ഇക്കിറേ. ഇത് കേട്ടപ്പ സ്വഹാബത്തുക്ക് ഭയങ്കരമായ ഒരു കൊസി. സ്വഹാബത്ത് ചൊല്ലു: മാ ഫറഹ്നാ ബഅദൽ ഇസ്ലാമി ബിശൈഇൻ ഫറഹൻ ബിഹാദൽ ഹദീസ്. ഈ ഹദീസ് ബന്നൽ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായ ഒരു കൊസിയേറ്റിക്കിറ്. അങ്ങനത്തെ ഒരു കൊസി ഇസ്ലാമിൽ പിന്നെ ഞങ്ങ കൊസിപ്പെട്ടിട്ടില്ല. അത്രമാത്രം കൊസിയേറ്റിക്കിറ് ഈ ഹദീസ് കേട്ടിട്ട് സ്വഹാബത്തുക്ക്. കാരണം അത്രമേ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിരിസവെച്ചത്. കാരണം ഞങ്ങൾക്ക് സ്വർഗത്തിലും നബി തങ്ങളെ ഒട്ടിയെ ഇക്കല്ലേ ചൊല്ലെങ്കിൽ ഒരു കൊസിയേറ്റിക്കിറ് ഈ സ്വഹാബത്തുക്ക്. ഞങ്ങളും ആ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊമ്മ പിരിസബെക്ക റബീഉൽ അവ്വൽ തിങ്കളേറ്റിക്കിട് വന്നോണ്ടുള്ളേ. ആ തിങ്കളിൽ ധാരാള സ്വലാത്തും നബി തങ്ങളെ മദ്ഹു കൊണ്ടും മൗലിദ് കൊണ്ടും ധന്യമാക്കൊണ്ടുള്ളെങ്കിത്തെ ഒരു തിങ്കളേറ്റിക്കിട് ഈ റബീഉൽ അവ്വൽ തിങ്കൾ. കാലി റബീഉൽ അവ്വൽ തിങ്കളിൽ മാത്രമല്ല, എല്ലാ ടൈമും നബി തങ്ങളെ ഓരോ സെക്കൻഡും ഞങ്ങൾ നബി തങ്ങളെ പിരിസവിച്ചുകൊണ്ടിരിക്കണോ. റബീഉൽ അവ്വൽ തിങ്കൾ വരുമ്പൊത്തുക്ക് ചില ആൾമാർക്ക് ബേജാറായിട്ടിക്കറ്. പക്ഷേ മുഅ്മിനീങ്ങളായ ആൾമാർക്ക് ഭയങ്കര സന്തോഷായിട്ടിക്കറ്, കൊസിയായിട്ടിക്കറ്. നബി തങ്ങളെ മദ്ഹു ചൊല്ലണകു, മൗലിദ് ഓതണകു, ഖുർആനും ഹദീസിൽ തെളിവ് പറഞ്ഞിട്ടൊന്നുമില്ല. ശുദ്ധമായ മനസ്സിന്നുണ്ടെങ്കിലുമയ്യോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങമേ സ്വന്തം മദ്ഹാക്കിറ്. ഉഹുദ് പർവ്വതത്തിൽ ഇക്കുമ്പൊത്തുകു ഒരു ഉഹുദ് പർവ്വത കുലുങ്ങു തുടങ്ങിത്ത്. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ ഉഹുദ് പർവ്വതത്തൊട്ടുക്ക് ചൊല്ലു: ഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാനി. ഉഹുദ് പർവ്വതമേ,
നിന്റെ മേലുള്ളത് ഒരു നബിയും സിദ്ദീഖും അതേപോലെ രണ്ട് രക്തസാക്ഷിയായിട്ടിക്കറ്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഖുർആനിലും ഹദീസിലും ഇമാമിങ്ങളെ ഗ്രന്ഥത്തിലും ധാരാളം തെളിവുണ്ട്. ഏതായാലും റബീഉൽ അവ്വൽ തിങ്കൾ ബർമ്പത്തുക്കു എല്ലാ മനുഷ്യന്മാരെ മനസ്സിൽ ഓടി വണ്ണെങ്കിത്ത ഒരു മൗലിദൈറ്റിക്കിട് മങ്കൂസ് മൗലിദ്. കാരണം അത്രമാത്രം മഹത്വമുള്ളെങ്കിത്ത ഒരു മൗലിദൈറ്റിക്കിട് ഈ മങ്കൂസ് മൗലിദ്. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിലൂടെ നങ്ങാം ചെറിയ നിലക്ക് ആ മങ്കൂസ് മൗലിദിരെ അർത്ഥ പഠിക്ക, അത് മനസ്സിലാക്കിയിട്ട് ഓതുമ്പത്തുക്ക് ഒന്നും കൂടി നിബിത്തങ്ങളോടുള്ളെങ്കത്തെ ആ പിർസ ഞങ്ങളെ മനസ്സിൽ കൂടിയൊണ്ടിക്കറ്. അല്ലാഹു തആല അത്തരത്തെ കൂട്ടത്തിലതാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് എഴുതിയെങ്കിത്തെ ധാരാളം കിതാബുണ്ട്. മുൻഗാമിങ്ങവും സമീപകാലത്ത് വഫാത്തായ ഇമാമിങ്ങവും ക്രോഡീകരിച്ചെങ്കിത്തെ ധാരാളം മൗലിദ് കിതാബുണ്ട്. മൗലിദ് കൊണ്ട് ഉദ്ദേശിക്കല് മദ്ഹ് ചൊല്ലേണ്ട ഒരാളിലെ നല്ല നല്ല വിഷയങ്ങൾ ചൊല്ലേക്ക് മൗലിദ് എന്ന് ചൊല്ലേ. അതേപോലെ ഭാഷാർത്ഥം നോക്കുന്നുണ്ടായെങ്കിൽ ജനിച്ച ജാഗ് അല്ലെങ്കിൽ ടൈമോ എന്നർത്ഥം കൂടിയുണ്ട്. ചില ആൾമാർ മൗലൂദുണ്ടും ചൊല്ലറ്. മൗലൂദ് ചെന്നിട്ടെങ്കിൽ അതായത് പ്രസവിക്കപ്പെട്ടത് എന്ന അർത്ഥത്തിൽ. ഇൻഷാ അല്ലാഹ് ഉടനങ്ങ മങ്കൂസ് മൗലിദിനെ ചെറിയ നിലക്ക് സംക്ഷിപ്തമായിട്ട് വിശദീകരിക്കാം. ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുഗു 3 ആൺമക്ക 3 പെണ്ണുമക്ക. 3 ആണ്ടില് രണ്ടാമത്തെ ആളായിട്ടിക്കിട് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുടെ കുടുംബ പരമ്പരയിൽ ബന്നെങ്കിത്തേറു പേരായിട്ടിക്കിട് ഈ മഖ്ദൂം ചൊല്ലത്. ഈ കിതാബ് രചിച്ചെങ്കത്തെ മങ്കൂസ് മൗലിദ് രചിച്ചെങ്കത്തെ ബലിയെ സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങ ആ കുടുംബ പാരമ്പര്യത്തിൽ വന്യ മഹാനായിട്ടിക്കറ്. ധാരാള കിതാബ് എഴുതിയെങ്കത്തെ എല്ലാവർക്കും ഗൊന്തുള്ളെ അദ്കിയ ചൊല്ലെ കിതാബും രചിച്ചാലായിട്ടിക്കിട് ഈ ബലിയെ സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങൾ. മലബാറെ മക്ക ചൊല്ലെ പൊന്നാനിലും മുട്ടുള്ള റായത്തുക്ക് വലിയൊരു രോഗബന്ത്. ആ രോഗത്തിൽ ചൊമ്മ ആൽമാറ് മക്കവും വലിയങ്ങവും ആണിങ്ങവും പെണ്ണിങ്ങ ഒന്നര പേർക്ക് ഒന്നായിട്ടിങ്ങനെ മരണം സംഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അതിരെ മയ്യത്ത് പരിപാലനവും സംസ്കരിക്കുന്നു ഭയങ്കര ആൾമാർക്ക് കഷ്ടായിട്ട്. ഇണ്ടത്തെ പോലെ ഹൈടെക് ഹോസ്പിറ്റൽ എന്തുമില്ല. നിങ്ങൾക്കെല്ലാം ഗൊന്തുള്ളതായിട്ടിക്കിട് ഈ അടുത്ത കാലത്ത് കൊറോണ ചൊല്ലെങ്കത്തെ വലിയൊരു രോഗം ബന്ത്. ഈ കാലത്തിൽ ഒരുപാട് ഹൈടെക് ഹോസ്പിറ്റൽ എന്നിട്ടും ഓക്സിജൻ കിട്ടാണ്ട് എത്ര ആൾമാർ മരണപ്പെട്ടു പോയറ്. പക്ഷേ ഇതുപോലത്തെ ഇണ്ടത്തെ പോലത്തെ ഒരു ഹോസ്പിറ്റൽ സൗകര്യ അണ്ടി ഇല്ലാണ്ടിന്ത്. ആ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു സീക്ക് വന്നിട്ടെങ്കിൽ ആൾമാരെല്ലാം ആലിമിങ്ങളെ മുട്ട തങ്ങന്മാരെ മുട്ട സ്വാലിഹിങ്ങളെ മുട്ട പോയിട്ട് തന്നെ മന്ത്രിപ്പിച്ചിട്ട് ദ്വാർപ്പാട്ടിണ്ടിരുന്നവർ. അതങ്ങനെ പതിവായിട്ടിക്കറ്. അങ്ങനെ ഈ കേരളത്തിൽ പൊന്നാടിച്ചുള്ള ആ പ്രദേശത്ത് വലിയൊരു സീക്ക് വന്നപ്പ വലിയൊരു വബാവ് വന്നപ്പ ആൾമാർ വലിയ മഖ്ദൂം തങ്ങൾ എന്നിട്ട് ചൊല്ലി അറിയപ്പെട്ടെ അഹ്മദ് ബിൻ അലി ബിൻ അഹ്മദുൽ മഅബരി തങ്ങളെ മുട്ട പോണ്ടർ. ഇതിക്കെന്തെങ്കിലും നിങ്ങൾ പരിഹാര നങ്ങ തറന്നുണ്ട്. എല്ലാ വിഷയത്തും പരിഹാരമുള്ളെങ്കത്തെ ഏകൊരു വിഷയത്തിക്കറ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ളെങ്കത്തെ മഹബത്ത്. എല്ലാ ടെൻഷനുകും എല്ലാ പ്രശ്നത്തുകുള്ളെങ്കത്തെ ഒരു പരിഹാരയിട്ടിക്കറത്. അങ്ങനെ സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങ ചെറിയ നിലക്ക് അർത്ഥവത്തായെങ്കത്തെ ഒരു മൗലിദ് രചിക്കറ്. അന്നത്തെ കാലത്തിൽ ഷറഫുലാന മൗലിദൈറ്റിക്കര് അറിയപ്പെട്ടെങ്കത്തെ മൗലിദ്. പക്ഷെ ഇത് എല്ലാ ആൾമാർക്ക് ഓതുനുക്ക് ഭയങ്കര കഷ്ടായിട്ടുണ്ട്. സാധാരണ ആൾമാർക്ക് ഇത് ഓതുനുക്ക് കഷ്ടപ്പെടും. അപ്പ സാധാരണ ആൾമാരും ഓതണു ആ നിലക്കുള്ളെങ്കത്തെ ഒരു മൗലിദ് രചിക്കറ്. ആ മൗലിദിന്റെ പേരായിട്ടിക്കിട് മങ്കൂസ് മൗലിദ്. മങ്കൂസു ചൊന്നിട്ടെങ്കിൽ ചുരുക്കപ്പെട്ടതുണ്ട്, ശരിയാക്കിയതുണ്ട്. ഒരർത്ഥത്തിൽ സുബ്ഹാന മൗലിദ് കേട്ടിട്ടിക്കുവർ. അതിലും ഈ മങ്കൂസ് മൗലിദിലുള്ളതെല്ലാം ആ സുബ്ഹാന മൗലിദിലുണ്ട്, ബൈത്തും ആശയമെല്ലാം. അപ്പൊ അതിൽ നിന്ന് ചുരുക്കപ്പെട്ടതുകൊണ്ടും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പാട്ടി തണ്ടർ. അങ്ങനെ ഇതിക്ക്
മങ്കൂസ് ചുരുക്കപ്പെട്ടത് എന്ന നിലയ്ക്ക് പേര് വെച്ചിര്. അതേപോലെ ഇതിക്ക് മങ്കൂസ്, അതായത് കാഫ് സീന് അങ്ങനും ചൊല്ല. മങ്കൂസ് മങ്കൂസ് ഉണ്ട്, അതായത് തലക്കീലാക്കിയത് ഉണ്ട്. അങ്ങനെ ചൊല്ല കാರಣ അള്ളാഹു അല്ലാത്തെ ബിംബത്തുകും ആരാധിച്ചോണ്ടിന്നെങ്കിത്തെ മുഷ്രിക്കിങ്ങ അങ്ങനെ ബിംബ തലകുത്തി പോകുന്നതിരെ വിശദീകരിക്കലെങ്കിത്തെ അതിന് സംഭവിച്ചുള്ളെങ്കിത്തെ മൗലിദ് എന്നർത്ഥത്തിൽ മങ്കൂസ് അങ്ങനെ ചൊല്ല. ഏതായാലും മഹത്വമുള്ളെങ്കിത്തെ ഒരു മൗലിദൈറ്റിക്കട് ഈ മങ്കൂസ് മൗലിദ് കാലി റബീഉൽ അവ്വൽ തിങ്ങളിൽ മാത്രം ഓതുകയെങ്കിത്തെ ഒരു മൗലിദല്ല ഇത്. എല്ലാ ടൈമിലും ഓതിയോണ്ടും എല്ലാ കഷ്ടത്തെ ടൈമിലും അതിക്ക് പരിഹാരമായിട്ട് ഓതുന്നുകൊള്ളെങ്കിത്തെ ഒരു മൗലിദൈറ്റിക്കട് ഈ മങ്കൂസ് മൗലിദ്. അങ്ങനെ സൈനുദ്ദീൻ മഖ്ദൂമി തങ്ങ ഈ മൗലിദ് രചിച്ചിട്ട് ആൾമാരുടെ ചൊല്ലു. ഇത് നിങ്ങ എല്ലാവരും ഓരോരുത്തായിട്ടും ഒട്ടികയായിട്ടും പള്ളിയിലും ഔത്തുലും കൂട്ടമായിട്ടും നിങ്ങ ഇത് ഓതോനുണ്ടു നിർദ്ദേശിക്കറ്. അതോടുകൂടെ അബലിയർ വബാ ഇല്ലാണ്ടായി പോയിട്ട്. കാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചൊന്നിട്ടെങ്കിൽ അത്രമാത്ര പരിഹാരമുണ്ട്. ഇന്നിപ്പോൾ എല്ലാ പ്രോഗ്രാമുകളും അത് 3 ഋതുവാവട്ട് അല്ലെങ്കിൽ 7 ആവട്ട് 40 ആവട്ട് അല്ലെണ്ടെങ്കിൽ വേറെന്തെങ്കിലും മങ്ങിലത്തെ കാര്യക്രമാവട്ട് അവിടെയും മങ്കൂസ് മൗലിദിരെ ഒന്നല്ലെങ്കിൽ 2 ഹദീസ് ഓതിര പതിവുണ്ട്. ഇൻഷാ അല്ലാഹ് ഞങ്ങ ആ മൗലിദിരെ അർത്ഥ പഠിച്ചിട്ട് അർത്ഥ മനസ്സിലാക്കിയിട്ട് ഓതുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെ ഹദീസ് നെക്സ്റ്റ് ക്ലാസ്സിലൂടെ നിങ്ങൾ പഠിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.